ദിനുവയിൽ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ബോബി ചെമ്മണ്ണൂരിന് ഒരു മനസ്സിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ? നിലപാടുകളിൽ അഭിപ്രായങ്ങളിൽ ഒരു മാറ്റമുണ്ടായി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നടത്തിയ പ്രതികരണമല്ല പിന്നീട് പറയുന്നത്. കാരണം കോടതി ആ ദൃശ്യങ്ങൾ പോലും പ്രോസിക്യൂഷനോട് കോടതിയിൽ ഹാജരാക്കാൻ പറയുകയായിരുന്നു. അതിനുശേഷം നടത്തിയ അതിരൂക്ഷമായ അതിശക്തമായ പരാമർശങ്ങളുണ്ട്. പിന്നീട് അല്പം മയപ്പെട്ടുകൊണ്ട് താൻ ഇനി പറയില്ല എന്ന് പറയുമ്പോഴും ഖേദപ്രകടനം നടത്തുമ്പോഴും കേട്ടവർക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ എന്ന് തന്നെയാണ് പറയുന്നത്. താൻ പറഞ്ഞത് തമാശയാണ് എന്ന് ആവർത്തിക്കുന്നുണ്ട് ബോബി ചെമ്മണ്ണൂർ. ഇനി തമാശ ആവർത്തിക്കാൻ അല്പം ഭയപ്പെടും എന്നതൊഴിച്ചാൽ ഒരാളെ മാറ്റാൻ ഈ കോടതിയുടെ വിമർശനങ്ങൾ കൊണ്ട് ആയിട്ടുണ്ടോ? നമ്മുടെ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള നിയമജ്ഞൻ, നമ്മളെല്ലാവരും ആദരിക്കുന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു ഭരണഘടനാ റിപ്പബ്ലിക്കിൻ്റെ കിരീടത്തിലെ രത്നമാണ് സ്വതന്ത്രമായ ജുഡീഷ്യറി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ പണത്തിൻ്റെ മുകളിൽ, ബിസിനസ് സാമ്രാജ്യങ്ങളുടെ മുകളിൽ ഒന്നും തന്നെ ആരുമില്ലെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾക്ക് മുകളിൽ വളരെ കൃത്യമായി ഇവിടെ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ടെന്നും ഈ നീതിന്യായ വ്യവസ്ഥയ്ക്കകത്ത് ഭരണഘടനാ കോടതികളുണ്ടെന്നും ഉറപ്പിക്കുന്നതാണ് ഒരുപക്ഷെ ഇന്നലെയുള്ള വിധി. ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഊർജിതമായിട്ടുള്ള കോടതിയുടെ ഇടപെടൽ എന്ന് പറയുന്നത് ഇന്ന് കോടതി എടുത്തിട്ടുള്ള സുവോമോട്ടോ നടപടിക്രമങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത്തരമൊരു നടപടി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ പോലും നേരത്തെ ചോദിച്ച പോലെ തന്നെ എന്നെ ഭയപ്പെടുത്തുന്നത് ഈ ജയിലിന് മുന്നിൽ ഉള്ള ആൾക്കൂട്ടമാണ്. ഒരുപക്ഷെ സാക്ഷര കേരളം ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ഒരു കാര്യമാണ് ബോബി ചെമ്മണ്ണൂരിനെ സ്വീകരിക്കാൻ ഇന്ന് എത്തിയിട്ടുള്ള കൂട്ടം. പടക്കം പൊട്ടിച്ചുകൊണ്ട്, മാല ഇട്ടുകൊണ്ട്, ബോച്ചെ ബോച്ചെ എന്ന് വിളിക്കുന്ന ഈ ആളുകൾക്ക് മൂക്കിൽ വിരൽ വെച്ചുകൊണ്ട് ചേ എന്നാണ് ഇവരോട് എനിക്ക് തിരിച്ച് പറയാനുള്ളത്. ഇവർക്ക് പ്രാഥമികമായ ഒരു ഡീസൻസി ഇല്ലേ? മൊറാലിറ്റി ഇല്ലേ? ഇവിടുത്തെ പബ്ലിക് ഓർഡറിനോട് എന്തെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എത്തിക്കൽ വാല്യൂ ഈ മനുഷ്യർക്കുണ്ടോ? എന്ത് ഭരണഘടനാ സദാചാര മൂല്യമാണ് ഈ മനുഷ്യർ പേറുന്നത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. നോക്കൂ, പരാതിക്കാരിയായിട്ടുള്ള വ്യക്തിയെ ഇവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹണി റോസ് ഗോ ബാക്ക്, ഹണി റോസ് ഗോ ടു ഹെൽ എന്നാണ്. ഏത് നരകത്തിലേക്കാണ് പരാതിപ്പെടുന്ന സ്ത്രീകൾ പോകേണ്ടതെന്നാണ് ഇവർ പറയുന്നത്? ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ലൈംഗിക അതിക്രമ പ്രതികൾക്ക് വേണ്ടി, കുറ്റാരോപിതർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി കൈയടിക്കുന്ന ഇത്തരം കൂട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ലജ്ജിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആത്മാഭിമാനവും അന്തസ്സുമില്ലാത്ത മെൻസ് അസോസിയേഷൻ പ്രതിനിധികളായിട്ടുള്ള വ്യക്തികൾ അവർ ഇനിയെങ്കിലും ഭരണഘടനയ്ക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പഠിക്കണം എന്നുള്ള കാര്യമാണ്. ഇത്തരം ആളുകൾക്കെതിരെ കൂടി, അതായത് പരാതിക്കാരിയെ വീണ്ടും വീണ്ടും അപമാനിക്കുന്ന, അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ആളുകൾക്കെതിരെ കൂടി നിയമ നടപടികൾ സ്വീകരിക്കുന്ന രീതിയിൽ നിയമങ്ങളുടെ ഭേദഗതി വേണം. ജയിലും ജയിലിന്റെ പരിസരങ്ങളിലുമുള്ള പെരുമാറ്റ ചട്ടങ്ങൾ അത്തരത്തിൽ മാറേണ്ടത് കൂടിയുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.